ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുലനും നിർമ്മലനുമായിരിക്കുന്ന ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ എഡിഫൈങ് തോട്ട്സിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, ദ സ്പ്രിങ്സ് ഓഫ് ജനസിസ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഈ വചന പഠന പരമ്പരയുടെ 19ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വചന പഠന ക്ലാസ്സിൽ അബ്രഹാം തന്റെ ജീവിതത്തിൽ പണിത ബലിപീഠങ്ങളിൽ നിന്നുള്ള, യാഗപീഠങ്ങളിൽ നിന്നുള്ള ആത്മീക പാഠങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. അബ്രഹാമിന്റെ ആദ്യത്തെ 2 യാഗപീഠങ്ങളെ കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് അബ്രഹാം പണിത, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 3ാമത്തെ യാഗപീഠത്തെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 13ാം അധ്യായത്തിൻ്റെതായിരിക്കുന്ന ആദ്യത്തെ ചില വാക്യങ്ങളിലാണ് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്കായി ആ വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബെതേൽ വരെയും ബെതേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്ന്, 4ാം വാക്യം, അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അബ്രഹാം ഇവിടെ ഒരു പുതിയ യാഗപീഠം പണിയുന്നില്ല, മറിച്ച് താൻ ചില നാളുകൾക്ക് മുമ്പ് പണിതതായിരിക്കുന്ന ആ ബെതേലിലെ യാഗപീഠം ഒന്ന് പുതുക്കുകയാണ്. അവിടത്തേക്ക് മടങ്ങി വരുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 12ാം അധ്യായത്തിലെ ചരിത്രം നമുക്കറിയാം. അബ്രഹാമും തനിക്കുള്ളതൊക്കെയും തന്റെ ഭവനവുമായിട്ട് മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ വലിയവനായ ദൈവം അബ്രഹാമിനെ അവിടെ നിൽക്കുവാനായിട്ട് അനുവദിച്ചില്ല. ദൈവം തന്നെ അബ്രഹാമിനെ തിരിച്ചു വരുത്തുവാനുള്ള വഴികൾ ഒരുക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അബ്രഹാം മിസ്രയീമിൽ നിന്ന് മടങ്ങി വരികയാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു കാര്യം, അബ്രഹാം മടങ്ങി വന്നപ്പോൾ ആ മടങ്ങി വരവിന്റെ ശ്രേഷ്ഠത നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മിസ്രയീം നല്ലതാണ്, ബെതേൽ നല്ലതാണ്. 1ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോട് കൂടെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. 11ഉം 12ഉം അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ അബ്രഹാം സമ്പന്നനായിരുന്നു, അബ്രഹാം ദരിദ്രനായിരുന്നില്ല. എന്നാൽ ചില നാളുകൾ മിസ്രയീമിൽ കടന്നു എന്ന് പാർത്തപ്പോൾ മിസ്രയീം അബ്രഹാമിനെ ബഹുസമ്പന്നനാക്കി മാറ്റുവാനായിട്ടിടയായി തീർന്നു. വേറൊരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ, അബ്രഹാമിന്റെ ജീവിതത്തെ മിസ്രയീം ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അബ്രഹാം എന്ന് പറയുന്ന ദൈവദാസന്, വിശ്വാസത്തിന്റെ പിതാവിന്, സകലവും വിട്ട് ദൈവത്തെ അനുഗമിച്ച ദൈവഭക്തന് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി. അങ്ങനെ അബ്രഹാം മടങ്ങി വരികയാണ്. എങ്ങോട്ടാണ് മടങ്ങി വന്നത്? അതിന്റെ 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1ാം വാക്യത്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് കയറി വന്നു. റിമൂവ്ഡ് ഈജിപ്റ്റ് ഫ്രം ഹിസ് ലൈഫ് എന്ന് പറഞ്ഞാൽ കേവലം
ജിയോഗ്രഫിക്കലി മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു എന്നുള്ളത് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നില്ല. മറിച്ച് മിസ്രൈം തന്റെ ജീവിതത്തിൽ ചെലുത്തിയതായിരിക്കുന്ന എല്ലാ സ്വാധീനങ്ങളെയും വേണ്ട എന്ന് വെച്ച് മിസ്രൈമിന്റെ സകല സമ്പത്തിനെയും വേണ്ട എന്ന് വെച്ച് അബ്രഹാം തിരിച്ചു വരികയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. മാനസാന്തരത്തിന്റെ ആദ്യ പടി എന്നുള്ളത് ലോകം നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ലോകത്തെ വേർതിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ലോകത്തിൽ നിന്ന് ഓടിയൊളിക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോകം നമ്മിൽ നിന്ന് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അബ്രഹാം റിമൂവ്ഡ് ഈജിപ്റ്റ് ഫ്രം ഹിസ് ലൈഫ്. രണ്ടാമതായിട്ട് അബ്രഹാം എന്താണ് ചെയ്തത്? 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിന് ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അബ്രഹാം വീണ സ്ഥലത്തേക്ക് തിരികെ വരികയാണ്. റിട്ടേൺ ടു ബഥേൽ, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. മിസ്രൈം നല്ലതാണ്, മിസ്രൈമിൽ ഭൗമിക നന്മകളുണ്ട്. ബഥേൽ നല്ലതാണ്, ബഥേലിൽ ദൈവത്തിന്റെ സഹവാസമുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന ഭക്തന് ഒരുപക്ഷെ ബഥേലിനും മിസ്രൈമിലും നടുക്ക് പാർക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ പാർത്തിരുന്നുവെങ്കിൽ അബ്രഹാമിനറിയാം, തന്റെ യാത്ര തുടങ്ങിയപ്പോൾ, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുവാനായിട്ടിടയായി തീർന്നു. തന്റെ പിതാവിനാൽ നടത്തപ്പെട്ട് കനാനിനും മെസപ്പൊട്ടോമിയക്കും മധ്യേ ഹാരാനിൽ താമസിക്കുവാനായിട്ടിടയായി തീർന്നു. അബ്രഹാമിന് മനസ്സിലായി, ഇനി ആ തെറ്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. അബ്രഹാം മടങ്ങി വന്നു. എങ്ങോട്ട് മടങ്ങി വന്നു? താൻ എവിടെ നിന്നാണോ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയത് അതേ ബഥേലിലേക്ക്, ആ യാഗപീഠം പണിത ഇടത്തേക്ക് മടങ്ങി വരുവാനായിട്ടിടയായി തീർന്നു. മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ പടി. 3-ാമത്തെ കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് 4-ാം വാക്യത്തിൽ, അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. He renewed or revived his relationship with God. ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അബ്രഹാം മടങ്ങി വന്നു. നോക്കുക, അബ്രഹാമിന്റെ ജീവിതത്തെ മിസ്രൈം സ്വാധീനിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ, സമ്പന്നനായിരുന്ന അബ്രഹാമിനെ മിസ്രൈം ബഹുസമ്പന്നനാക്കി തീർത്തപ്പോൾ അബ്രഹാം 3 കാര്യം ചെയ്തു. ഒന്ന്, മിസ്രൈം വിട്ട് കയറി വന്നു, റിമൂവ്ഡ് ഈജിപ്റ്റ്. രണ്ടാമത്തെ കാര്യം, താൻ യാഗപീഠം പണിത ഇടത്തേക്ക് മടങ്ങി വന്നു, റിട്ടേൺ ബാക്ക് ടു ബഥേൽ. എ റിമൂവൽ, എ റിട്ടേൺ. മൂന്നാമത്തേത് എ റിവൈവൽ, ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. അത് ആത്മീക ബന്ധം, അത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങളെ സമ്പന്നരാക്കുന്ന ലോകത്തിന്റെ ഏതെങ്കിലും മ്ലേച്ഛതകളിൽ നിങ്ങൾ വീണ് കിടക്കുകയായിരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഓരോ നിമിഷവും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മടങ്ങി വരാം പ്രിയമുള്ളവരെ. ഈ ലോകത്തെ വിട്ട് മടങ്ങി വരണം. വീണ ഇടത്തേക്ക് മടങ്ങി വരിക. ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. എന്നാൽ നോക്കിയാട്ടെ 5-ാം വാക്യം, അബ്രാഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അബ്രാഹാമിനോടുകൂടെ മെസപ്പൊട്ടോമിയയിൽ നിന്ന് കടന്നു വന്ന ഭക്തനായ നീതിമാനായ ലോത്ത്, അബ്രാഹാമിനോടുകൂടെ
മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടിടയായി തീർന്നു. അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നതുപോലെ ഈ ലോത്തും ബഹുസമ്പന്നനായി തീരുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അബ്രഹാം 3 പടികൾ ചെയ്ത് ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നപ്പോൾ, അബ്രഹാമിന്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായപ്പോൾ, ലോത്ത് വീണ്ടും 3 പടികൾ മിസ്രയീമിലേക്ക് ഇറങ്ങി ആത്മീക ജീവിതത്തിൽ അധപ്പതിച്ചു പോകുവാനായിട്ടിടയായി തീർന്നു. നോക്കുക, മടങ്ങി വന്ന ലോത്തിന്റെ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെ പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിസ്രയീം ദേശം പോലെ ആയിരുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ലോത്തിൻ്റെതായിരിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ആദ്യത്തെ പതനം. He started to live by sight. കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങിയ ലോത്ത് വിശ്വാസത്താൽ അബ്രഹാമിനോട് കൂടെ അബ്രഹാം വിശ്വസിച്ച ദൈവത്തെ നോക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ച ലോത്ത് മിസ്രയീം അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയപ്പോൾ വിശ്വാസത്തിന്റെ വില കളഞ്ഞിട്ട്, വിശ്വാസം മറന്നുപോയിട്ട് കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. അബ്രഹാമിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത്, ദൈവത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് ഇന്ന് യോർദാനിലേക്ക്, സോദോമിന്റെയും ഗോമോറയുടെയും മ്ലേച്ഛതകളിലേക്ക്, അവിടുത്തെ മനോഹാരിതയിലേക്ക് കണ്ണിട്ട് നോക്കുന്ന ലോത്ത്. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സഹോദരി തന്റെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ദിവസവും രാവിലെ വളരെ ബദ്ധപ്പാടോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ പിടിച്ചാണ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും താൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസവും അതുപോലെ ഓടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ട്രെയിന് 10 മിനിറ്റ് ലേറ്റ് ആണ്. കുറച്ച് റിലാക്സ് ആയി. തന്റെ ബാഗിൽ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബാഗ് ബെഞ്ചിൽ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ടീ സ്റ്റോളിൽ നിന്ന് ഒരു ടീ വാങ്ങുവാനായിട്ട് തിരിഞ്ഞു. അങ്ങനെ ടീ വാങ്ങി തിരിച്ചു ബാഗിന്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ സഹോദരിക്ക് കോപം അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ആ ബെഞ്ചിൽ തന്റെ ബാഗിന്റെ അടുത്തിരുന്ന് ഒരു ചെറുപ്പക്കാരൻ തന്റെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരൻ. ആ സഹോദരി അവിടെ നിന്ന് അവനെ ശപിക്കുവാനായിട്ടിടയായി തീർന്നു. നാണമില്ലാത്ത ചെറുപ്പക്കാരൻ എന്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നു. ആ വ്യക്തി ബിസ്ക്കറ്റ് കഴിച്ച് ആ കവറൊക്കെ ഡസ്റ്റ്ബിന്നിലിട്ട് കടന്നുപോയി. ട്രെയിൻ വന്നു. സഹോദരി തന്റെ ബാഗും എടുത്ത് ട്രെയിനകത്ത് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ TTR ടിക്കറ്റ് എക്സാമിൻ ചെയ്യുവാനായിട്ട് കടന്നു വന്നു. തന്റെ ബാഗ് തുറന്നപ്പോൾ ഈ സഹോദരിയുടെ ഹൃദയം നുറുങ്ങിപ്പോയി. കാരണം തന്റെ ബിസ്ക്കറ്റ് തന്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ യവനക്കാരൻ കഴിച്ചത് അതേ കമ്പനി ബിസ്ക്കറ്റ് ആയിരുന്നു. യവനക്കാരൻ കഴിച്ചത് അതേ സൈസ് ബിസ്ക്കറ്റ് ആയിരുന്നു. യവനക്കാരൻ കഴിച്ചത് അതേ കളർ ബിസ്ക്കറ്റ് ആയിരുന്നു. ഈ സഹോദരി ഒരു കാര്യം തീരുമാനിച്ചു, അത് എന്റെ ബിസ്ക്കറ്റാണ്. കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കുന്ന വിശ്വാസികളാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. ലോത്ത് രണ്ടാമതായിട്ട് ജീവിച്ചത് എങ്ങനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്? അതിന്റെ 11-ാം വാക്യത്തിൽ ലോത്ത് യോർദാൻ അരികെ പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. ലോത്ത് സോദോമും ഗോമോറയും തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി തീർന്നു. സെൽഫിഷ്നെസ് കടന്നു വന്ന ലോത്ത്, വിശ്വാസം വിട്ട് കണ്ണുകൊണ്ട് ജീവിക്കുവാൻ തുടങ്ങിയ ലോത്ത്. രണ്ടാമത് സ്വയത്തിനായി ജീവിക്കുന്ന ലോത്ത്, തനിക്കായി തിരഞ്ഞെടുത്തു എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ലോത്ത് 12-ാം വാക്യത്തിൽ സോദോമിൽ
താമസിക്കുന്ന ലോത്ത്, വക്രത നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ സൊദോമിൽ ലോത്ത് താമസിക്കുകയാണ്. അബ്രഹാം എന്ത് ചെയ്തു? നാലാമത്തെ അബ്രഹാമിന്റെ യാഗപീഠം, 18-ാം വാക്യം, 3-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതു. ഹെബ്രോനിലേക്ക് വന്ന് യാഗപീഠം പണിയുകയാണ്. ലോത്ത് സൊദോമിലേക്ക് പോയപ്പോൾ അബ്രഹാം ഹെബ്രോനിൽ ദൈവത്തോടുള്ള സഹവാസത്തിൽ യാഗപീഠം പണിയുകയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്ന എബ്രഹാം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ദൈവത്തിന്റെ ന്യായവിധി കടന്നു വന്നപ്പോൾ താൻ സ്നേഹിച്ചതായിരിക്കുന്ന സൊദോമിനെ വിട്ടുകൊണ്ട് ലോത്ത് വെറുങ്കയായിട്ട് തന്റെ 2 യുവതിമാരായ വിവാഹപ്രായമായിരിക്കുന്ന മക്കളെയും കൊണ്ട് ഗുഹക്കുള്ളിലേക്ക് യാത്രയാകുന്ന ഓടുന്ന ലോത്ത്. എത്ര ശോചനീയമായിരിക്കുന്ന കാഴ്ച! എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അബ്രഹാമിനെ പോലെ ജീവിതത്തിൽ തെറ്റുവരും പറ്റുമ്പോൾ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാം. ലോകത്തെ നമുക്ക് വിടാം, വീണ്ടെടുത്തേക്ക് തിരിച്ചു വരാം. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ? ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ? നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാന ശാപശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന ഉന്നീടയനന്ദം വന്ദനമേ. എന്റെ ഉന്നീടയനന്ദം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികെയുള്ള മഹൽ ശക്തി നീയേ നാഥ. അന്തികെയുള്ള മഹൽ ശക്തി നീയേ. താതൻ സന്നിധിയിലെ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ.